ലെഫ്റ്റ് ഓർ റൈറ്റ് ബ്ലൈൻഡ് കുക്കിംഗ് ചലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്ന് മൃദുല നിങ്ങൾക്ക് വേണ്ടി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ ഞാൻ എന്ത് വെച്ചാലും സ്വാദിഷ്ടമാണ്. ആര് പറഞ്ഞു? ഞാൻ പറയണം. ഞാൻ കേറണം അടുക്കളയിൽ സ്വാദിഷ്ടം ആവണമെങ്കിൽ. ആഴ്ച ഒരിക്കൽ കേറുകയും ചെയ്യും, വർഷം മുഴുക്ക ഈ തള്ളു കേൾക്കണം. മൃദുലയുടെ ചുരിദാറിന് നല്ല രസമുണ്ട്, സുന്ദരി കുട്ടപ്പി ആയിട്ടുണ്ട്. ചിക്കൻ ആയിരിക്കും ഒരു ഐറ്റം, അത് നീ സെലക്ട് ചെയ്യേണ്ടത് എനിക്ക് ഞാനങ്ങ് തന്നിരിക്കുന്നു. പക്ഷെ അത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒരെണ്ണം നല്ലതും കാണും, ഒരെണ്ണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ലെഫ്റ്റ് റൈറ്റ് ചെയ്യുന്നത്. അപ്പം അതിട്ടല്ലേ നല്ലൊരു തുടക്കമാവട്ടെ കേട്ടോ. ഇരിക്കുമ്പോഴും ഇത് ഇട്ടുകൊണ്ട് വേണം ഇളക്കിയാൻ. അതെ അതെ അതെ. അപ്പൊ ഇത് അറിയാതെ ഗ്യാസ് ഒക്കെ എന്റെ കൈ പറ്റിയപ്പോഴും അതിനൊന്നും കമ്പനി ഉത്തരവാദി ആയിരിക്കുന്നതല്ല. അത് ഞാനിവിടെ ഉണ്ടല്ലോടി, ഞാൻ ഉള്ളപ്പോ നിന്നെ. അതാ എന്റെ ഏറ്റവും വലിയ പേടി. ഞാൻ ലെഫ്റ്റ് പറഞ്ഞാൽ ലെഫ്റ്റ് തന്നെ ഇടണം. ചിലപ്പോ ഞാൻ മുറ്റത്തുനിന്ന് ചരളൊക്കെ വരിക്കൊണ്ടിടും. നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ചിക്കൻ എടുക്കുന്നു, കാരണം ഇത് ഫുഡ് വേസ്റ്റ് മീൻസ് അവള് നല്ലത് പറയുകയാണെങ്കിൽ അവളെ ലക്കനുസരിച്ച് നല്ലത് കിട്ടും. എന്തായാലും നമ്മൾ ഒരു ഐറ്റം നല്ലത്, ഒരു ഐറ്റം മോശമായിരിക്കും. ഫുഡ് കുറച്ചേ എടുക്കുന്നുള്ളൂ, ഫുഡ് വേസ്റ്റ് ഒരുപാട് ചെയ്യുന്നില്ല. പിന്നെ ഉള്ള വേസ്റ്റ് തന്നെ ഇവിടുന്ന് എടുക്കാനായിട്ട് ആരും വരാറില്ല. അതെ, മാസം 500 കൊടുത്ത് വേണം കൊടുക്കാൻ. അവിടെ ഇപ്പൊ വേസ്റ്റ് ഒട്ടും നമ്മൾ എങ്ങനെ വേസ്റ്റ് ആക്കാതെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, പഴത്തിലേക്ക് ഇപ്പൊ ഏട്ടൻ തിന്നുന്നേ. പ്രാർത്ഥിച്ചു നല്ലോണം വരണമെന്ന്, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിച്ചു. ഗ്യാസ് വരുമ്പോൾ ഐശ്വര്യമായിട്ട് ബ്ലൈൻഡ് ലെഫ്റ്റ് ഓർ റൈറ്റ് കുക്കിംഗ് ചലഞ്ച് ഇവിടെ ആരംഭിക്കാനായിട്ട് പോകുന്നു സുഹൃത്തുക്കളെ. ചലഞ്ച് തീരുമ്പോഴേ എനിക്ക് ദൂരം ചലഞ്ച് ഞാൻ പറയുമ്പോഴേ ഊരാനായിട്ട് പറ്റാവൂ. വെള്ളമുണ്ട്, ഓയിലുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഐശ്വര്യമായിട്ട് റൈറ്റ്. ഞാൻ ഒഴിച്ചോളാം, നീ ഒഴിക്കണ്ട. ഒരെണ്ണത്തിൽ മുട്ടയുണ്ട്, ഒരെണ്ണത്തിൽ സവാളയുണ്ട്. ലെഫ്റ്റ് ഓർ റൈറ്റ് മാം? റൈറ്റ്. റൈറ്റ്. ഓക്കേ, ഓഫ് കോഴ്സ്. മുട്ട പൊട്ടിക്കുന്ന സൗണ്ട് ഞാൻ കേട്ട്. ഇത് ഒരു ചെറിയ തിരുത്തുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ചിക്കൻ കറി അല്ല, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ ചെറുതായിട്ട് ഇളക്കുന്നേ ഉള്ളേ, കാരണം എനിക്ക് കാണത്തില്ല. ഗ്യാസ് എല്ലാം കൂടെ മറന്നിന്റെ മണ്ടേ വീഴുവേ. ഒരു കൈയിൽ പഞ്ചാര, ഒരു കൈയിൽ ഉപ്പ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. ചിക്കൻ തട്ടട്ടെ, കാരണം ചിക്കൻ തട്ടാറായി. ഇനിയിപ്പോ റൈറ്റ് കറക്റ്റ് ഉത്തരവാണ് നീ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഇപ്പൊ ചിക്കൻ തട്ടാൻ സമയമായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചിക്കൻ തട്ടുവാണേ. ഒരു കൈയിൽ ലേസ് ഉണ്ട്, ഒരു കൈയിൽ തക്കാളി ഉണ്ട്. എനിക്ക് തക്കാളി മതി. റൈറ്റ്. റൈറ്റ്. മിനിക്കുട്ടി ഓടുവാണ്, ഉറപ്പിക്കാമോ? റൈറ്റ്. ഏട്ടന്റെ ഇടത് സൈഡിൽ കവർ ഇല്ലെന്ന് ഞാൻ കേട്ട്. ഒരു കൈയിൽ തേനുണ്ട്, ഒരു കൈയിൽ ചില്ലി പൗഡർ ഉണ്ട്. എനിക്ക് മുളക് പൊടി മതി. തേൻ ചിക്കൻ കറി ഞാൻ കൂട്ടിയിട്ടില്ല. അപ്പോ ലെഫ്റ്റ് ഓർ റൈറ്റ്? യു ആർ റൈറ്റ് അല്ലേ ഏട്ടാ? കൈ അങ്ങാണ് മാറ്റിയ. റൈറ്റ് പറഞ്ഞാ റൈറ്റ് ഇടണം. റൈറ്റ് ഇടുന്നോളൂ. ചൂടത്തേര് പിടിക്കല്ലേ. അടുത്തത്, എന്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ട്, സ്പ്രൈറ്റ് ഉണ്ട്. ഇത് തിന്നണ്ടേ ഞാൻ? അപ്പോ 2 ദിവസത്തേക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. യെസ്. മണിക്കുട്ടി ഉറപ്പിക്കാമോ? സൗണ്ട് വെച്ച് ഞാൻ കണ്ടുപിടിക്കും ഗൈസ്. എന്റെ ചിക്കൻ ഒഴിക്കില്ലേ, എനിക്ക് ഒരവസരം കൂടെ തരുമോ? പ്ലീസ്. ഏട്ടാ, ചിക്കൻ കറി നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല. കഷ്ടം. മിക്കവാറും ഇവിടെ സ്ഫോടനം നടക്കും. ഒരു സൗണ്ടും ഇല്ല ഇളക്കുന്നതിന്. ഇതല്ലേ ചിക്കൻ ഇനി സ്പ്രൈറ്റ് ഒഴിച്ച് ഇങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ എന്റെ ലൈഫിൽ മധുരമുള്ള ചിക്കൻ കഴിച്ചിട്ടില്ലടാ. സ്പ്രൈറ്റ് ഒഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ പിടിക്കും. ചിക്കനിൽ നിന്നും ആ ഒരു ജ്യൂസി ഒക്കെ ഒന്നും വരുന്നില്ല. സത്യത്തിന് സ്പ്രൈറ്റ് അല്ല ഒഴിച്ചത്, സ്പ്രൈറ്റിന്റെ ശബ്ദം കേട്ടിട്ട് സത്യത്തിന് വെള്ളം ഒഴിച്ചത്. ഏട്ടാ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. നമ്മുടെ അടുത്ത ചിക്കനിലേക്കുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് സുഹൃത്തുക്കൾ. ഇത് നിനക്ക് സസ്പെൻസാ, ഇത് ഞാൻ പറയത്തില്ല കേട്ടോ. അത് സസ്പെൻസാ ഗൈസ്. ഒരു കൈയിൽ പൊട്ടറ്റോ, അത് ഞാൻ പറയാം കേട്ടോ. ഒരു കൈയിൽ പൊട്ടറ്റോ, ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനമാണ് പൊട്ടറ്റോ. ലെഫ്റ്റ് ഓർ റൈറ്റ് ഗൈസ്? റൈറ്റ്.
റൈറ്റ്. നോ ലെഫ്റ്റ്. ലെഫ്റ്റ്. ഓക്കെ. നോ റൈറ്റ്. നോ ലെഫ്റ്റ്. യു ടേക്ക് ഇറ്റ് ലെഫ്റ്റ്. പൊട്ടറ്റോ അല്ല, കാരണം ഞാൻ പൊട്ടറ്റോ അരിഞ്ഞു വെച്ചാൽ മൊത്തം ഇടുന്നില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. കരിയുന്നു ഇളക്കി കരിയുന്ന. ഒരു വാറ്റിക്ക് വേണ്ടിട്ടേ അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിച്ചാലേ. അമ്മയെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിക്കുക, അതാകുമ്പോഴേ വയറളവ് കഴിഞ്ഞ പാവം. നിന്റെ അമ്മയാണ് അടിയത്, പറയുന്ന പറച്ചിൽ നോക്കിയാണ് അമ്മക്ക് ടേസ്റ്റ് കൊടുക്കടിയാ. ഇത് ചോദിക്കാം, എന്ത് മോള് വെച്ച് ചിക്കൻ കറി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ എന്ത് പറയാ, നമ്മ കൊള്ളാന്ന് പറയുന്നത് എനിക്ക് നോക്കണം. മുട്ടക്കോസ് നമ്മള് ചിക്കനിൽ ഇടും, ആവശ്യമാണ്. ഞാൻ ഇടും എനിക്ക് തോന്നുമ്പോ. അങ്ങനെ പറ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. അവിടെ വാളി. ഇല്ല നല്ല എന്റെ സന്തോഷം കാണുമ്പോ എനിക്ക് അറിയാം. കവറിലും ഇതെന്താന്ന് പറയാത്ത എന്താ? ലേസ്. അല്ല ലേസ്. അതെ, കൊറേ തിന്നിട്ടുള്ള കേട്ടോ. ഓണം കൊറേ ഉണ്ടിട്ടുള്ള ലേസ്. എത്ര പാക്കറ്റ് ലേസ് തിന്നിട്ടുണ്ടായിരിക്കും? എണ്ണയില്ല, കുഞ്ഞിലെ മൊത്തം തിന്നുമായിരുന്നു. അത് ആ കവർ നക്കി തുടച്ച് തിന്നുമായിരുന്നു. കവർ കീറി മറുവശാക്കി. അതിന്റെ മസാല ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ചിക്കൻ മണപ്പിച്ച് നോക്കി, ആ ഫ്ലേവർ കിട്ടുന്നുണ്ടോ? അല്ല സീരിയസ് ആയിട്ട് ആ മൈൻഡിൽ അങ്ങനത്തെ വെച്ചിട്ടൊന്നും മണപ്പിച്ച് നോക്കി. ആ ഒരു മണം സത്യം പറയാലോ, ഒരു മണം കിട്ടുന്നില്ല. കൊറോണയാണ്. ചിക്കനിലോട്ട് ആവശ്യമായിട്ടുള്ള നല്ല ടേസ്റ്റ് തരുന്ന ഒരു കാര്യമാണ് നമ്മുടെ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത്, കോക്കനട്ട് മിൽക്ക്. അപ്പം ഒരു കയ്യിൽ എന്റെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് ഉണ്ട്, അടുത്ത കയ്യിൽ ഞാൻ എന്തെന്ന് പറയില്ല സുഹൃത്തുക്കളെ. അപ്പം ഇതിൽ ഏതാണ് മൃദുല ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ലെഫ്റ്റ് ഓർ റൈറ്റ്? തേങ്ങാപ്പാൽ. ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? ചിക്കൻ കരിയുന്നില്ലേ? ലെഫ്റ്റ്. ഭയങ്കര ടാലന്റ് അല്ല. എന്തോ വീഴുന്ന സാധനം. മഴ പെയ്യുന്നു പുറത്ത്. എന്തോ കടുക്ക് വീഴുന്ന സാധനം. എനിക്ക് പാവയ്ക്കൊക്കെ വറക്കുമ്പോൾ മണം വരുന്നത്. പാവയ്ക്കയോ? പാവയ്ക്കൊന്നും കിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിക്കുന്നത്, അടുക്കി പിടിക്കുന്നത്. അടുത്ത ഐറ്റം, ഒരു കയ്യിൽ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് സുഹൃത്തുക്കളെ. മറുകൈയിൽ എന്തെന്ന് ഞാൻ പറയില്ല. സോ ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. എന്നെ എന്തുവായിരിക്കും? എന്തോ വെള്ളവാ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. റൈറ്റ്. എന്തുവാടി അത്? ഞാൻ പൊടിച്ചൊരു സാധനം, ഞാൻ ഗ്രൈൻഡ് ചെയ്തൊരു സാധനം ഇട്ടേ. അത് കുപ്പിന്നെടുത്ത് അരിയുള്ള സാധനം എനിക്ക് പണി തരുന്ന എന്തോ. അയ്യേ, ഒരു ചാൻസ് കൊടുത്താ, ഉപ്പും വേറെ എന്തെങ്കിലും കൊടുത്താ സാധനം നല്ല കളറായി വരുന്നുണ്ട്. അത് പിന്നെ കടച്ചാണെങ്കിൽ മൊത്തം ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ അങ്ങനെ കളറാവാതിരിക്കും. അല്ല, നല്ലൊരു തിക്ക് ഗ്രേവി ഒക്കെ ആയിട്ട് വരും. തിക്ക് ഗ്രേവി ആയിട്ട് നല്ല സൂപ്പർ ആയിട്ടില്ലേ? മണം ഒന്നും വരുന്നില്ല. എന്താ ചിക്കനകത്ത് എന്തായാലും ചിക്കൻ മസാല നമ്മൾ ഇടേണ്ടതാണ്, നല്ല ചിക്കൻ കറി പൂർത്തിയാകത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു കയ്യിൽ ചിക്കൻ മസാല ഉണ്ട്, മറുകൈയിൽ വേറൊരു ഐറ്റം ഉണ്ട്. എന്താണ് വേണ്ടത്? ചിക്കൻ മസാല. ലെഫ്റ്റ് റൈറ്റ്? റൈറ്റ്. ഓ, യു ബ്രില്യന്റ് ആക്ച്വലി. നീ എന്നെ പൊക്കുമ്പോഴേ അറിയാം ഞാൻ റോങ്ങാ സെലക്ട് ചെയ്തേന്ന്. ഇത് ഞാൻ എന്തുവായിരിക്കും ഇടുന്നത്? മണത്തോന്നു. കുപ്പീനെടുത്ത് എന്തോ സാധനമാ? കുപ്പിന്ന് പറഞ്ഞ പൂത. നമ്മൾ എന്തായാലും ചിക്കൻ കറിയിൽ മഞ്ഞപ്പൊടി ഇടും. ഇപ്പൊ എന്റെ ഒരു കയ്യിൽ മഞ്ഞപ്പൊടിയും ഒരു കയ്യിൽ അച്ചാറുമാണ്. അയ്യോ, അച്ചാറോ? ലെഫ്റ്റ് ഓർ റൈറ്റ്? കുറച്ച് ചോറുണ്ട്, അതുകൂടി ഇട്. തോരനും ചിക്കനും അച്ചാറും എല്ലാം ആയി. അച്ചാറിന് ചെറിയൊരു പോർഷൻ ഉള്ളടി, എങ്ങനെ പറയാതെ? ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ്. കണ്ണു കൊടുക്കണ്ടേ? അല്ല, കണ്ണ് തുറക്കാതെ ടേസ്റ്റ് ചെയ്യുമ്പോ ഇല്ല. കറിയുടെ കളർ കാണണ്ടേ? ഓക്കെ, ഇതാ സീരിയസ് ആയിട്ട് ഒരു നോർമൽ ചിക്കൻ കറിയുടെ കളർ തന്നെയാണ്, അല്ലാണ്ടൊന്നും അല്ല. നല്ല വിശേഷം. ഇപ്പൊ അടുത്ത വിശേഷം ഉടനെ കക്കൂസിലല്ലേ, പിന്നെ ഇതിനെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ തിരക്കുന്നത്. ചിക്കൻ കറി എങ്ങനെയുണ്ട് കറി? അയ്യോ, ഇത് കണ്ട കറക്റ്റ് ചിക്കൻ കറി. കണ്ണു കാണുന്നില്ല, ഒരു വിഷൻ വന്നില്ല. കണ്ണ് ഇത്രയും നേരം ഇതിന്റെ സ്മെല്ല് കെമിക്കൽ അടിച്ച് കണ്ണ് പോയി. ഒരു മങ്ങല് മാത്രമേ ഉള്ളൂ. ഗ്യാസ് അണച്ചോ? ഗ്യാസ് അണയ്ക്കാം. അണച്ചേരെ. അയ്യോ,
പാവയ്ക്ക ഇട്ടിട്ടുണ്ട്. നാറ്റൊന്നുമില്ല. നീ ടൊമാറ്റോ സോസ് ഉണ്ട്, അത് കോക്കനട്ട് മിൽക്കിന്റെ. തക്കാളി ഉണ്ട്, ലേസ്. ഓ അമ്മ വിളിക്കാം. ലേസും പോട്ട്, വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടി. പാവയ്ക്ക ഞാൻ പറഞ്ഞു. മഞ്ചി. ഡിഷാണോ? എന്ത് ടേസ്റ്റ്? എങ്ങനത്തെ ടേസ്റ്റാ? പക്ഷെ ഇതിന് ടേസ്റ്റ് ഒറ്റയടിക്ക് കിട്ടത്തില്ല കേട്ടോ. ഇച്ചിരി രുചിച്ച് കിട്ടും. എന്നെ കൊണ്ട് തീറ്റിക്കാനുള്ള എന്റെ അടവായിരുന്നു. പാവയ്ക്കയുടെ കയ്പാണ് മുന്നിട്ട് വയ്ക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ. അമ്മ ഞാൻ കണ്ണ് കെട്ടിയിട്ട് ഏട്ടാ എനിക്ക് പറഞ്ഞുണ്ടാക്കിയത് നല്ലതെന്ന് പറയുന്നത്. ചൂടുണ്ട്, തൊട്ടാലും മതി. ചിക്കൻ ഇട്. ഞാൻ പറയുന്നത് ചിക്കനോ. ചിക്കൻ എടുക്കണ്ട, ഇച്ചിരി അങ്ങ് ഇട്. ഞാൻ പറഞ്ഞ ചിക്കൻ എടുക്കണ്ടെന്നാ ഞാൻ ഇപ്പോഴും പറയുന്നു. ചിക്കൻ അമ്മ ആദ്യം ഗ്രേവി ടേസ്റ്റ് ചെയ്യും. വഴിയില്ലല്ലോ. കൊള്ളാം. ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടുണ്ട്, മഞ്ച്, പാവയ്ക്ക ഇട്ടിട്ടുണ്ട്, സ്പ്രൈറ്റ് ഒഴിച്ചിട്ടുണ്ട്. മോളുണ്ടാക്കിയത് കൊള്ളാതെ മോളെ കുറ്റം പറയാൻ. തീർച്ചയായിട്ട് അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ട് ജോലി. പാവയ്ക്ക, മഞ്ചിന്റെ അത് അലിഞ്ഞു പോയിക്കണം. സ്പ്രൈറ്റ്, ലേസ് ഇട്ടിട്ടുണ്ട്. ലേസ് അടുക്കളയില് 150 സാധനം ഇട്ടിട്ടുണ്ട്. ഒരു ചെറിയ പാത്രത്തിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ആർക്ക് തന്നാലും നിനക്ക് തരത്തില്ല അമ്പു. അട്ടട കെട്ടതാണോ ഇത് നിന്റെ അമ്മ ഉണ്ടാക്കിയത്? കേട്ടതാണോ? ഇതിന് എന്ത് മനസ്സിലായ ഗൈസ്? ഞാൻ എന്തുണ്ടാക്കിയാലും അമ്മ നല്ലതെന്ന് പറയും. തേനും കുറച്ച് വിമ്മുന്റെ കുറവുണ്ട്. അതും കൂടി മോള് സെലക്ട് ചെയ്തിരുന്നു, ഞാൻ അതും കൂടി ഒഴിച്ചായിരുന്നു. വിമ്മു കൊടുത്തായിരുന്നു. നീ എന്നെ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി അമ്മ പേടിച്ചവിടെ നിൽക്കുന്നേ. കണ്ണൊക്കെ വിമ്മിട്ടില്ല. ഇവിടെ വീഡിയോ വൈൻഡപ്പ് ഇപ്പൊ എന്നെ കൊണ്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കി കൊളവാക്കിയല്ലോ. ഇനി ഏട്ടനൊരു ചെറിയൊരു സ്മൂത്തി എളുപ്പ പണിയാം. അത് മിക്സിയിലിട്ട് അരച്ച് ടേസ്റ്റ് ചെയ്യുമ്പോ ആ ടേസ്റ്റ് എല്ലാം നിനക്ക് വരുമല്ലോ. ചെറിയൊരു സ്മൂത്തി. മോനൊന്നും ചെയ്യണ്ട, കണ്ണടച്ച് ഇരുന്നാ മതി. അത് ഇതൊക്കെ ഉണ്ടല്ലോ. അയ്യോ നമുക്ക് സ്പ്രൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ എല്ലാം വെച്ച് തരാം. അവിടെ നല്ല സാധനം ഒരെണ്ണം എടുക്കാവോ? അതല്ല, അങ്ങനെ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യും. സ്മൂത്തി ചാലഞ്ച്. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഞാൻ വിമ്മെന്ന് കഴിഞ്ഞ ചുമ്മാ കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും ചെയ്യത്തില്ല. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഒരു മിനിറ്റ്. ലെഫ്റ്റ് ഓർ റൈറ്റ്? നേരെ നോക്ക്. അല്ല നോക്കണ്ട, ഒന്നും കാണത്തില്ല. ലെഫ്റ്റ്. ഓക്കെ, നല്ല തുടക്കം. സീരിയസ് ആയിട്ട്? പിന്നെ ഒന്നുമില്ലേ, ഏട്ടനോട് എനിക്ക് ഇഷ്ടമില്ലേ? അതൊക്കെ ഞാൻ പല കളത്തരങ്ങളും കാണിക്കും. ചിലപ്പോ സ്പ്രൈറ്റ് തുറന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കും, പാലൊഴിക്കും. അതൊക്കെ എന്റെ ഇഷ്ടം. ഞാൻ ചൂസ് ചെയ്തതേ വെക്കാവൂ. അതത്രേ ഉള്ളൂ. അത് അവര് കണ്ടോണ്ടിരിക്കുമല്ലേ. ഓക്കെ, അതെങ്ങനെ സ്പ്രൈറ്റ്? എന്റെ സൗണ്ട് ഉണ്ടോ? സ്പ്രൈറ്റ് ഒഴിക്കുന്ന സൗണ്ട് ഉണ്ടോ? ലെഫ്റ്റ് ഓർ റൈറ്റ്? ലെഫ്റ്റ് ഓർ റൈറ്റാ? നേരത്തെ ഞാൻ ലെഫ്റ്റ് ആയിരുന്നു ചൂസ് ചെയ്തത്. അപ്പൊ നീ ഫ്ലോപ്പ് ആയി. അപ്പൊ നീ വിട്ട ലെഫ്റ്റിൽ നല്ല സാധനം വെച്ചേക്കുന്നത്. സോ ലെഫ്റ്റ്. ഉറപ്പ് തന്നെ? ഉറപ്പിക്കാം. എന്ത് പുതിയ സാധനമാണല്ലോ അറക്കുന്നത്.
അതിപ്പോ ഏട്ടന് അറുത്ത് ഭാവയ്ക്കൊക്കെ ഇട്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ആപ്പിള് ആപ്പിള് ആപ്പിള്. ലെഫ്റ്റ് ഓർ റൈറ്റ്? നീ വിചാരിക്കും ഞാൻ റൈറ്റ് പറയൂ, പക്ഷെ ലെഫ്റ്റ് എന്നാടി. ലെഫ്റ്റ് ഒഴിക്കടി, ഒഴിക്ക് എടി. അരിട്ടോടി. ആര്യ എന്നോടൊന്നും പറയിപ്പിക്കരുത്. ലെഫ്റ്റ് ഓർ റൈറ്റ്? നല്ല സാധനം കേട്ടോ, ആരോഗ്യത്തിനൊക്കെ നല്ല സാധനം. അതുപോലെ നമുക്ക് എന്തെങ്കിലും വായുവിന്റെ അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറും. എടി വല്ല അമ്പൂട്ടിന്റെ ടോണിക്ക് വല്ലതാണോ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. വായുവിന്റെ അസുഖം. ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇപ്പൊ ആവേശം കൂടി കേട്ടോ. റൈറ്റ്. ഇതിലൊക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ചാവാനേ. ഇവളെന്ത് ബാക്ടീരിയയുടെ ഈ പിന്നെ ഗ്യാസിന്റെ ഒക്കെ കാര്യം പറയാം. അത് പിന്നെ ഇവിടെ വിമ്മും എടേ നല്ലോല പ്രത്യേകിച്ച് കാണാവോ നിനക്ക്? ഇവിടെ പിന്നെ ഫ്ലോർ ക്ലീനർ ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ഇരിപ്പുണ്ടല്ലോ. ലെഫ്റ്റ് ഓർ റൈറ്റ്? റൈറ്റ്. നീ ഒന്നും ആലോചിക്കണ്ട. ബനാന അല്ലേ? തൊലിക്കുന്ന സൗണ്ട് കേട്ട് കാണുമല്ലേ? അമ്മയ്ക്ക് കൊടുക്കൂല ഞാൻ, കാരണം എനിക്ക് പയ്യ പറയാറൊക്കെ. അപ്പൊ അത്ര കൊള്ളാത്ത സാധനങ്ങളല്ലേ ഇട്ടേക്കുന്നേ? അതൊക്കെ ഉണ്ട് മോനെ. നമ്മുടെ ഈ ചലഞ്ചിലെ ലാസ്റ്റ് ഐറ്റം. സ്നേഹം ഉണ്ടെങ്കിൽ നീ രണ്ട് കൈയിലെ നല്ലതായിരിക്കും എടുത്തത്. എന്റെ കൈയുടെ പൾസ് വെച്ചാൽ പിടിക്കും. ഇതാണ് ആ നല്ല സാധനം. ഇനി ഞാൻ ഊരട്ടെ. ഓ, അരക്കുന്നതിന്റെ ആ ഒരു കനം കണ്ടാ അറിയാ എന്തൊക്കെയോ മാട്ട സാധനമാണ്. ഞാൻ ഊരട്ടൊന്ന്. ഊരിക്കോ. ഇതെന്റെ ചിക്കന്റെ ഡിപ്പിന്റെ കളറ് പൈനാപ്പിൾ ഇട്ടാ. പിന്നെ ഇവിടെ ഇല്ലാത്ത സാധനം ഉണ്ടാക്കിയിടലല്ലേ എന്റെ പണി. എവിടെ ഇതിനകത്ത് ഇതാണ് നീ ഗ്യാസിന്റെ ഗുളിക പറയാ. ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. സ്മെല്ലടിച്ചപ്പോഴും ഇങ്ങനെ. അപ്പൊ ടേസ്റ്റ് ചെയ്താലോ? ഞാൻ ഇത് ഏട്ടന്റെ ദേഹം വേന മാറാനുള്ളൊരു കുഴമ്പ് ഉണ്ടാക്കിയിട്ട് ദേഹത്ത് വെച്ചാൽ കുടിക്കണം. ടേസ്റ്റ് ചെയ്യണം, ടേസ്റ്റ് ചെയ്യണം. എവിടെ പോയി സ്നേഹത്തോടെ തുള്ളി. പിന്നെ നീ ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യാം. പഴമുണ്ട്. വെളുത്തുള്ളി നീ ഇഞ്ചി തോലിട്ട് കേട്ടോ. അത് പേസ്റ്റാ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാ. അത് നല്ലോണം പിടിച്ചിട്ടുണ്ട്. വെള്ളം പോയി തരലടി. പിന്നെ മുളക് പൊടി. മുളക് പൊടിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ വലുതായിട്ട് നമ്മൾ ഒന്നിച്ച് നമ്മൾ ഈ ചലഞ്ചൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ എല്ലാ ചലഞ്ചും ചെയ്യുമല്ലോ. ഇത് അച്ഛൻ്റെ കണ്ണി കെട്ടി. അപ്പൊ നമ്മുടെ ഈ ചലഞ്ചുകൾ വൈൻഡപ്പ് ചെയ്യാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള റെഡി ആണെന്നേ. ബൈ. നമ്മൾ അണ്ടർവെയർ നോക്ക് ഗായ്സ്. നമ്മളെ സൂപ്പറല്ലേ? പിടിച്ചടിയോടാ ആ കൈ പിടി. ചിങ്കിടി ചിങ്കിടി ടോങ്ക്, ചിങ്കിടി ചിങ്കിടി ടോങ്ക്. ഡാൻസ് കളിക്കാൻ തുടങ്ങി ഗായ്സ്. അവന്റെ കൈ മാത്രം പിടിച്ചിട്ട് നമ്മൾ ഡാൻസിൽ അവൻ കളിക്കും. ടിങ്കിടി ടിങ്കിടി ടോങ്ക്, ടിങ്കിടി ടിങ്കിടി ടോങ്ക്, ടിങ്കിടി ടിങ്കിടി ടോങ്ക്, ടിങ്കിടി ടിങ്കിടി ടോങ്ക്. എന്റെ പൊന്നു മുട്ടായി.